ലക്ഷം മരങ്ങൾ നടാനൊരുങ്ങി ട്രിബ്യൂട്ട്. കേരളത്തിലുടനീളം 1 ലക്ഷം മരങ്ങൾ നട്ടുപരിപാലിക്കുകയെന്ന ലക്ഷ്യവുമായി ട്രിബ്യൂട്ട് സ്റ്റോറീസിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ജവഹർ ലൈബ്രറി ഹാളിൽ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ഓരോ മരം നടുമ്പോഴും ഭൂമിയെ സംരക്ഷിക്കുക എന്ന മഹത്തായ കർമ്മത്തിലേക്കാണ് നാം പോകുന്നത്. മനുഷ്യർ ഭൂമിയെ ഉപദ്രവിച്ചതുപോലെ ഭൂമി തിരിച്ചു ചെയ്താൽ മനുഷ്യകുലം തന്നെ ഇല്ലാതാവും എന്നും സ്പീക്കർ AM ഷംസീർ പറഞ്ഞു. ഞാനിപ്പോൾ മൈക്കിളോട്ട് ഓടാൻ പറ്റുന്നില്ല, പക്ഷേ ഭാവിയിൽ ഇതിനുൾപ്പെടെ നീങ്ങാൻ പാകത്തക്കത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ജീവിതം മാറ്റം, പരിസ്ഥിതിയെ സ്നേഹിക്കാൻ, പ്രകൃതിയെ സ്നേഹിക്കാൻ, മനുഷ്യനെ സ്നേഹിക്കാൻ ആ ഒരു കൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പല രാജ്യത്ത് ഈ വെള്ളം കയറുന്ന പ്രശ്നം, ഫ്ലഡ് വരുന്ന പ്രശ്നം, ഫ്ലഡ് വരുമ്പോൾ എങ്ങനെ നിർമ്മാണമായിരിക്കണം? നിർമ്മാണങ്ങളുടെ പലയിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കടുത്ത് ഫ്ലഡ് ഉണ്ടാകുമ്പം, എർത്ത് ഉണ്ടാകുമ്പം, ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പം അത് പൊളിഞ്ഞു പോകാതിരിക്കാൻ പാടില്ല. ഓരോ ജില്ലയിലും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള സാമൂഹ്യ സംഘടനകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കാനും ആഗോള താപനത്തെ പ്രതിരോധിക്കാനുമുള്ള സംയുക്ത ശ്രമമെന്ന നിലയിലാണ് ട്രിബ്യൂട്ട് സംഘടിപ്പിക്കുന്നത്. ഒരു മരം നട്ട് പരിപാലിക്കുമ്പോൾ അതിന് 3 രക്ഷാധികാരികൾ ഉണ്ടായിരിക്കും. ഇതുവഴി സംസ്ഥാനത്തൊട്ടാകെ ഉത്തരവാദിത്തമുള്ള 3 ലക്ഷം പൗരന്മാരുടെ ശൃംഖല രൂപപ്പെടുമെന്നുള്ളതും പ്രത്യേകതയാണ്. 3 വർഷം കാലാവധി കണക്കാക്കുന്ന പദ്ധതിയുടെ മൊത്തം ചെലവ് ഏകദേശം 2 കോടിയോളം വരും. പ്രകൃതി സംരക്ഷണത്തിനുള്ള ദീർഘകാല സംരംഭത്തിന് തുടക്കമാകുകയാണെന്നും ഇതിനെ ജീവിത ലക്ഷ്യമായി ഏറ്റെടുക്കുകയാണെന്നും സ്റ്റോറീസ് ഫൗണ്ടർ സഹീർ സ്റ്റോറീസ് പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി 1 ലക്ഷം ചെടികൾ നടുകയെന്നത് നിസ്സാര ഉദ്യമമല്ലെന്നും പ്രകൃതിക്ക് അത് നൽകുന്ന മൂല്യം തിരിച്ചറിഞ്ഞാണ് ഈ തീവ്രയത്ന പരിപാടി ഏറ്റെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രാൻഡ് കൺസൾട്ടന്റ് ജോബി സ്വാഗതം പറഞ്ഞു. സ്റ്റോറീസ് ഫൗണ്ടർ CEO സഹീർ KP അധ്യക്ഷത വഹിച്ചു. വെബ്സൈറ്റ് ഇനോഗ്രേഷൻ KV സുമേഷ് MLA നിർവഹിച്ചു. സോഷ്യൽ മീഡിയ ഇനോഗ്രേഷൻ അഖിൽ മാരാർ നിർവഹിച്ചു. മേജർ മനീഷ്, മഹേഷ്, സജോ ജോസഫ്, ഇമ്രാൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്റ്റോറീസ് ഗ്ലോബൽ ഹോംസ് ഷോറൂം മാനേജർ ഷബാബ് നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.